ശ്രീയുടെ കയ്യും പിടിച്ച് അവിടെ നിന്നും വിജയന്റെ മുമ്പിൽ പോയി നിന്നു. ഇത്രയും നേരം നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു ഞാൻ. എന്തായാലും താമസിക്കാതെ ഇങ്ങ് എത്തിയല്ലോ. ഇതിൽ ആരെയാടി നീ കെട്ടാൻ പോകുന്നേ? കെട്ടാനിരിക്കുന്നത് ഒരാൾ, ഇപ്പൊ ഇതാ എന്റെ പെണ്ണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് വേറൊരാൾ. എത്ര എണ്ണത്തിന് വേണം നിനക്ക്? എന്നെയും നിനക്ക് അറിയാലോ അല്ലേ? കാർത്തിക് ആദ്യം ദേഷ്യത്തിൽ പറഞ്ഞ അവനിൽ അവസാനം പുച്ഛമായിരുന്നു. ഞാൻ നിന്നോടല്ലേ സംസാരിക്കുന്നത്, അപ്പോ നിനക്ക് എന്നോട് സംസാരിക്കാൻ അറിയില്ലേ കാർത്തിക്? അത് കേട്ടതും ദേഷ്യത്തിൽ അവന്റെ കോളർ പിടിച്ചുകൊണ്ട് ചോദിച്ചതും, നിനക്കൊരു ധാരണയുണ്ട് കാശിനാഥൻ, നിനക്കിവളെ എപ്പോഴും സംരക്ഷിക്കാൻ കഴിയുമെന്ന്? അങ്ങനെ കഴിയുമെങ്കിൽ നീ സംരക്ഷിക്കേണ്ട ടൈമൊക്കെ എന്നെ കഴിഞ്ഞു പോയി. എൻ്റെ എച്ചിൽ പാത്രമാണ് ഇവൾ. എൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞ ടൈമിൽ നിന്നെ കണ്ടില്ലല്ലോ. ആ ഇവളെയാണ് മോനെ നീ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. കാർത്തിക് ഒരു പുച്ഛത്തോടെ കാശിനാഥന്റെ ചെവിയോരം വന്നുകൊണ്ട് പറഞ്ഞതും അവന്റെ തൊട്ടപ്പുറത്ത് നിന്ന ശ്രീയും അത് കേട്ടിരുന്നു. കാശി നെട്ടിത്തെറിച്ച് അവന്റെ കോളറിൽ നിന്നും കൈ പതിയെ അയഞ്ഞു. കാർത്തിക് പുച്ഛച്ചിരിയോടെ നിന്നു. അതേ ഞെട്ടലിൽ കാശി ശ്രീയെ നോക്കി. ശ്രീയുടെ കണ്ണെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു. കാശി ഞാൻ ശ്രീ എന്തോ പറയാൻ വേണ്ടി വന്നതും കാശി കൈ ഉയർത്തി അവളെ തടഞ്ഞു. ഇതെല്ലാം ഇവൻ പറഞ്ഞിട്ട് വേണോ ശ്രീ ഞാൻ അറിയാൻ? നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചത്? കാശി അതെല്ലാം കേട്ട് ശ്രീ സങ്കടത്തോടെ അവനെ നോക്കി. കാർത്തികന്റെ മുഖത്ത് ഒരു വിജയച്ചിരിയായിരുന്നു. എന്നാ അമ്മാവനും കൂട്ടരും എല്ലാം എന്താ നടക്കുന്നേ എന്നറിയാതെ നിന്നു. ശ്രീക്ക് എന്താ നടക്കുന്നേ എന്ന് മനസ്സിലാവാതെ അവൾ ആകെ പേടിച്ച് വിറച്ച് അവനെ നോക്കി. കാശി ദേഷ്യത്തിൽ ശ്രീയെ ഒന്ന് നോക്കിക്കൊണ്ട് നേരെ മുമ്പിൽ നിൽക്കുന്ന കാർത്തികനെ നോക്കി. നിങ്ങൾക്ക് വേണ്ടത് എന്താ? ഇവളെയല്ലേ? നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ശ്രീയുടെ കൈ പിടിച്ച് അവർക്ക് മുമ്പിൽ നിർത്തിയതും ശ്രീ ഞെട്ടിപ്പോയി. അത് കണ്ട് മറ്റുള്ളവരും ഒന്ന് ഞെട്ടിയിരുന്നു. ആഹാ, നല്ല തീരുമാനം. അയാൾ ഒരു വിജയ ചിരിയോടെ ശ്രീയുടെ കൈയിൽ പിടിക്കാൻ വന്നതോ പെട്ടെന്ന് കാശി അവളുടെ കൈ പിടിച്ച് അവളെ പുറകിലേക്ക് വലിച്ചു. വിജയൻ ദേഷ്യത്തിൽ അവനെ നോക്കി. നീ എന്താടാ കളിക്കാൻ നിൽക്കാണോ? പിന്നെ നീ എന്താടാ വിചാരിച്ചേ? നിന്റെ സംസാരം കൊണ്ട് ഇവളെ നിനക്കങ്ങ് തരുമെന്നോ? ഇവളെ ഞാൻ കെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിയിരിക്കും. ഈ കാശിനാഥനും ശ്രീവിദ്യയും ഇത്രയും നാളും കാത്തു നിന്നത് ഇങ്ങനൊരു അവസരത്തിൽ കല്യാണം മുടക്കാനല്ല, കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയാണ്. അതും പെട്ടെന്ന് അവൻ അവന്റെ കയ്യിലുള്ള താലിയെടുത്ത് ശ്രീയുടെ കഴുത്തിൽ കെട്ടി. പെട്ടെന്നുള്ള ഒരു നീക്കമായതും എല്ലാവരും ഒന്ന് ഞെട്ടി. കെട്ടി തീർന്നേക്ക് കാർത്തിക് ദേഷ്യത്തിൽ കാശിനാഥനെ ചവിട്ടി. അവൻ പുറകിലേക്ക് വീണതും സ്ത്രീയൊന്ന് ഞെട്ടി. കാശി അപ്പോഴേക്കും ചാടി എണീറ്റ് ഒരു പുച്ഛത്തോടെ അവരുടെ അടുത്തേക്ക് വന്നു. നീ ഇപ്പൊ ചെയ്തത് വലിയ തെറ്റായിപ്പോയി കാശിനാഥൻ, ഇതിനെ അനുഭവിച്ചിട്ടേ നീ പോകൂ. അപ്പോഴേക്കും കാർത്തിക് ദേഷ്യത്തിൽ അവന് നേരെ വന്നു. പുറകിൽ നിന്നും വരുണും വന്നു. അപ്പോഴേക്കും ശരനും കൂട്ടുകാരും അവിടെ എത്തിയിരുന്നു. അവിടെ വലിയൊരു തല്ല് തന്നെ നടന്നു. പിന്നെ എന്നിട്ടും ഒന്ന് അനങ്ങുക പോലും ചെയ്യാതിരിക്കുന്ന കാശിയേശനെ കണ്ടതും ഇവിടെ വന്ന് ഒരുപാട് പ്രശ്നമുണ്ടാക്കി. അവരുടെ ഇടയിൽ പോലും കയറി കളിച്ചു. അവളെ കണ്ണീർ കുടിപ്പിച്ചിട്ടും ഒരു നാണവുമില്ലാതെ ഇങ്ങനെ മിണ്ടാതെ നിങ്ങൾ നിന്നില്ലേ? എല്ലാ നാടകവും ഇപ്പൊ അവസാനിച്ചു. ഇനിയെങ്കിലും ഒന്ന് അവരെ പോയി സഹായിച്ചൂടെ? ഗൗരി ദേഷ്യത്തിൽ കാശിയേശനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ പെട്ടെന്ന് കയ്യിലെ വാച്ചിലെ ടൈം നോക്കി. സോറി. അതും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് താലിയെടുത്ത് അവളുടെ കഴുത്തിൽ കെട്ടി സിന്ദൂരവും ചാർത്തി കൊടുത്തു. അവളൊന്ന് ഞെട്ടി അവനെ നോക്കി. അവൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് അവിടെ നിറമീയോടെ നിൽക്കുന്ന ചെട്ടിയാരെയും ഗുണ്ടകളെയുമായിരുന്നു. അത് ഗൗരിക്ക് വലിയൊരു ഷോക്കായിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? ദേഷ്യത്തിൽ ചെട്ടിയാർ അവിടെ കിടന്ന് അലറിയതും ശബ്ദം കേട്ട് അവിടെ തല്ലിക്കൊണ്ട് നിന്നവരെല്ലാം തല്ല് നിർത്തി. അയാളെ കണ്ട് കാശിമാരും സ്ത്രീയും ഒന്ന് ഞെട്ടി. ചെട്ടിയാർ ദേഷ്യത്തിൽ വന്നതും ഗൗരി പേടിയോടെ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി വന്നു. ചെട്ടിയാർ ദേഷ്യത്തിൽ വന്ന്
അവളുടെ മുഖത്തേക്ക് അദ്ദേഹത്തിന്റെ തല്ല് വീണിരുന്നു. ആ തല്ലിൽ ഒന്ന് വീയാൻ പോയ അവളെ കാശിയേശൻ താങ്ങി പിടിച്ചു. നിന്റെ എല്ലാ ഇഷ്ടത്തിനും കൂട്ടു നിന്നിട്ട് നീയും ഇവരും കൂടെ എന്നെ ചതിച്ചു അല്ലേ? അത് കേട്ടതും ഗൗരി സങ്കടത്തോടെ അപ്പ 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 വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഗൗരി, എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ ഏതെങ്കിലും ഇഷ്ടത്തിന് ഞാൻ എതിർ നിന്നിട്ടുണ്ടോ? എന്നിട്ട് ഈ ചെട്ടിയാർക്ക് ഇതിലും വലിയ അപമാനം ഇനി കിട്ടാനില്ല. അപ്പ പ്ലീസ് ഞാൻ അവൾ സങ്കടത്തോടെ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് കെഞ്ചി. അയാൾ ദേഷ്യത്തോടെ അവളെ തട്ടിമാറ്റി. അയാൾ കാശിയെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി. അവന്റെ തൊട്ട് പുറകിൽ നിൽക്കുന്ന കാശിയെയും ഒരു ഞെട്ടലോടെ ഒന്ന് നോക്കി. പെട്ടെന്ന് ഗൗരിയെ നോക്കി ദേഷ്യത്തിൽ തിരിഞ്ഞു നടക്കാൻ നിന്നതും, ഇവൾ നിങ്ങളെ ചതിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവൾ ഇവിടെ അവളുടെ സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടി വന്നതാ. ഈ വിവാഹം പോലും അതിൻ്റെ ഭാഗമായ ഡ്രാമ മാത്രമായിരുന്നു. ഞാനാണ് നിങ്ങളുടെ മോളുടെ കഴുത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് താലി കെട്ടിയത്. അവൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞതും, മോനെ. അപ്പോഴാണ് പുറകിൽ നിന്നും അവൻ്റെ അമ്മ നിറമയോടെ വരുന്നത്. അവരെ കണ്ടതും അമ്മാവന്മാരും കാശിമാരും ഒന്ന് ഞെട്ടി. ആ അമ്മ വന്നു നിന്ന് അവരെ നോക്കി. എന്തൊക്കെയാ മോനെ ഞാൻ ഈ കേൾക്കുന്നേ? നിനക്ക് ഗൗരി മോളെ ഇഷ്ടമാണെങ്കിൽ നീ അത് പറയണ്ടേ? എന്തിനാ അമ്മയിൽ നിന്നും എല്ലാം മറച്ചു വെച്ചത്? ഇവർ വന്ന് പറയുമ്പോയാ ഞാൻ എല്ലാം അറിയുന്നേ. എന്താ മോനെ ഇതെല്ലാം? അപ്പോഴാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കാശിയെ കണ്ടതും അവർ അത്ഭുതത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇവൻ പറഞ്ഞത് സത്യമാണോ? അയാൾ ദേഷ്യത്തിൽ ചോദിച്ചു. ഗൗരി അതേ എന്ന് തലയാട്ടി. അപ്പ ഞാൻ ചതിക്കാൻ നോക്കിയതല്ല അപ്പ. ശ്രീയും ഈ കാശിയും തമ്മിൽ ഇഷ്ടമാണ്. അത് നടത്തിയെടുക്കാൻ വേണ്ടി ഇവരുടെ ഇടയിലേക്ക് വന്നതാ. നിങ്ങൾക്കറിയാലോ അപ്പ കാശിയേഷനെ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന്. ഗൗരി അവളുടെ അപ്പയുടെ കൈ പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞതും അയാൾ അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ മോളുടെ കണ്ണീർ എനിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം ഞാനിപ്പോൾ മിണ്ടാതെ നോക്കി നിന്നത്. ഇല്ലെങ്കിലെല്ലാം ഞാൻ നശിപ്പിച്ചേനെ. പിന്നെ നിന്നെ കൊല്ലാനുള്ള ദേശത്തിൽ തന്നെയാണ് നിന്റെ അമ്മയെ കൂട്ടി ഞാൻ ഇവിടെ വന്നത്. പക്ഷേ എൻ്റെ മോളുടെ കണ്ണുനീർ അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല. ചെട്ടിയാർ പക്ഷെ ഒന്നും മനസ്സിലാവാതെ അമ്മാവൻ നിന്നു. രണ്ട് കാശിമാരെയും കണ്ട് ഞെട്ടി കുറച്ചു പേർ നിന്നു. മോനെ കാശി ഇത്? അവർ ഞെട്ടലോടെ ചോദിച്ചു. അതും നിങ്ങളുടെ മകൻ കാശിയാണ് അമ്മേ. അപ്പോഴാണ് അവർ അമ്മാവനെ കാണുന്നത്. അദ്ദേഹത്തെ കണ്ടതും അവർ ഞെട്ടലോടെ നോക്കി. പല കാര്യങ്ങളും അവരുടെ ഉള്ളിലൂടെ മിന്നി മാഞ്ഞു. അവർ നിറമിയോടെ അമ്മാവനെ തന്നെ നോക്കി. ശ്രീ എവിടെ? പെട്ടെന്ന് ചുറ്റും നോക്കിക്കൊണ്ട് ആരവ് ചോദിച്ചതും ഇവർ ചുറ്റും നോക്കി. അവിടെ വിജയൻ, കാർത്തിക്, വരുൺ, ശ്രീ, അവർ 4 പേരുമില്ലായിരുന്നു. വാട്ട്? അവർ കൊണ്ടുപോയോ? കാശിനാഥൻ അത് കേട്ടതും എല്ലാവരും ചുറ്റും നോക്കി. അപ്പയുടെ ഗുണ്ടകളെ വെച്ച് ശ്രീ കൊണ്ടുവാ അപ്പ. അപ്പക്കറിയാലോ ശ്രീ എനിക്ക് ആരാണെന്ന്. അവളുടെ വീട്ടുകാർ കൊല്ലും അപ്പ. ഗൗരി പെട്ടെന്ന് ചെട്ടിയാരോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതും വാടാ മക്കളെ. 2 കാശിമാരോടും കൂടെ ചെട്ടിയാർ അത് പറഞ്ഞതും കാശിമാരും ശരണം കൂട്ടരും ചെട്ടിയാരും ഗുണ്ടകൾ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. കാശി നമ്മളിത് എങ്ങോട്ട് എന്ന് വെച്ച് പോകാനാ? വേറെ എവിടേക്ക്? അവളുടെ വീട്ടിലേക്ക് തന്നെ പോകും. കല്യാണം കൂടെ ഇപ്പോൾ കഴിഞ്ഞു എന്നായ സ്ഥിതിക്ക് തീർച്ചയായും സ്വത്തെല്ലാം കൂടെ ഒപ്പിട്ട് വാങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എന്ന് ഉറപ്പല്ലേ? എന്നാ വണ്ടി നേരെ അവളുടെ വീട്ടിലേക്ക് പോകട്ടെ. ശ്രീയെ വലിച്ചു കൊണ്ടുപോയി ഹാളിലേക്ക് തള്ളിയിട്ടു. അവൾ നേരെ പോയി വീഴുന്നത് സുശീലയുടെ കാൽച്ചുവട്ടിലേക്കാണ്. അവരൊരു വിജയച്ചിരിയോടെ നിന്നു. എവിടെയെന്ന് പോയാൽ എല്ലാമായെന്നൊരു തോന്നലുണ്ടായിരുന്നാൽ ഇപ്പൊ എന്തായി? വീണ്ടും ഞങ്ങളുടെ കാൽച്ചുവട്ടിൽ തന്നെ എത്തിയല്ലേ സുശീല. അപ്പോഴേക്കും അവളുടെ മുടി പിടിച്ച് വലിച്ചുകൊണ്ട് അവളെ എണീപ്പിച്ച് നിർത്തി. അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. ഇതെന്താ ഇവളുടെ കൈത്തിൽ താലിയോ? ആഹാ കൊള്ളാലോ മക്കളെ. ഇവൻ ഇവളുടെ കൈത്തിൽ താലിയും ചാർത്തിയോ?
അവർ സന്തോഷത്തോടെ പറഞ്ഞതും അത് കേട്ട് ശ്രീ പുച്ഛിച്ചു. എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് എൻ്റെ കാശിയിടം കിട്ടിയ താലിയാണ്. തുടരൂ. ഇനിയെങ്കിലും ശ്രീയെ കണ്ണീർ കുടിപ്പിക്കാതെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവണം എന്ന് പറഞ്ഞ ഒരു വായനക്കാരിയുണ്ട്. അവർക്ക് വേണ്ടി ഇനി മുതൽ കഥ ഞാൻ സമർപ്പിക്കുന്നു. കഥ തീർച്ചയായിട്ടും ഇനി മുതൽ ഒരുപാട് ശ്രീയെക്കുറിച്ചുള്ള ഒരുപാട് ഹാപ്പിനെസ് കടന്നു വരുന്നതാണ്. അപ്പോൾ കഥ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് തരാനും മറക്കരുത് കൂട്ടുകാരെ.